என் நண்பனுக்கு பைத்தியம், அதனால எனக்கு ஒண்ணுமே பண்ண முடியாது. അത് കുഴപ്പമില്ല, ഇത് നമ്മളെല്ലാവരും പറയുന്നതാണ്. ആ കൊച്ചു ചെറുക്കൻ ഇത്രയും പ്രശ്നക്കാരനാവുമെന്നുള്ളത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ശ്രീനിവാസൻ സാറിന്റെ ഏറ്റവും മികച്ച തിരക്കഥ അത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ്. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയില്ല. ധ്യാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുണ്ട്, റോഹിച്ചേച്ചിയുണ്ട്, നവ്യയുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ചേട്ടനൊന്ന് വരണം. ധ്യാൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനോ വിനീതിനെ ധ്യാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ ആ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, എന്നൊക്കെ ആ ഒരുപാട് കാര്യങ്ങൾ. ധ്യാനെ ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ധ്യാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ തൻ്റെ നിലപാടിൽ ഉറച്ച് വളരെ സരസമായി സംസാരിക്കുന്ന ധ്യാനിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ കണ്ടതിൽ ഏറ്റവും എടുക്കാനായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത. പിന്നെ ധ്യാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയുകയാണെ, നീ ഇതൊന്നും ഇങ്ങും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അറിഞ്ഞിരിക്കും, അല്ലേ? എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ഉർവശി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ഉർവശിയുടെയും ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം ഉർവശിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉർവശിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായ മീൻസ് അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നോ. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിൽ ഉർവശിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ എല്ലാം ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്ന ഒരാൾ തന്നെയാണ് ഉർവശി. ചേച്ചി അവിടെ ഒന്നും വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 100-150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പം അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ? അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ധ്യാനിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവാം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു നിക്കറിട്ട് നടന്നിരുന്ന ഒരു ധ്യാനിനെ എനിക്കറിയാം. അജുവിനത് വളരെയധികം സന്തോഷമായിരിക്കും. എന്നിട്ട് മദ്രാസിൽ ശ്രീനേട്ടൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫാമിലിയായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് റെയിൽ നഗറിലായിരുന്നു താമസം, എൻ്റെ വീടിൻ്റെ നേരെ മുകളിൽ. അപ്പം എപ്പോഴും ശ്രീനേട്ടൻ വരുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അറിയാം എൻ്റെ വീട്ടിൽ. കാരണം കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. അപ്പം അന്ന് ശ്രീനേട്ടന് ഈ ഡയബറ്റീസ് ആയതുകൊണ്ട് അനിതയ്ക്ക് അറിയാമായിരുന്നു ശ്രീനേട്ടൻ ചോറൊന്നും കഴിച്ചു, പച്ചക്കറി മാത്രം. ഞാൻ ഡയബറ്റീസ് എനിക്ക് കിട്ടാറില്ല, പക്ഷെ ശ്രീനേട്ടന് ആ പ്രിഫറൻസ് കൊടുത്തിട്ടായിരുന്നു അനിത. അവിടെയാണ് ഇവനെ പോലുള്ള 2 ചെടുങ്ങന്മാർ, അത് വിനീതും ധ്യാനും കൂടെ വന്ന്, അവിടെ മുകളിൽ TV ഇല്ല, അപ്പം താഴത്തെ വീട്ടിൽ വന്നിരുന്ന് TV കണ്ടിരുന്ന ആ കൊച്ചു ചെറുക്കൻ ഇത്രയും പ്രശ്നക്കാരനാവുമെന്നുള്ളത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല.
ഇത് പ്രശ്നമല്ല. ഇന്നിപ്പോൾ നവ്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന സമയത്ത് വി ജസ്റ്റ് ടൈപ്പ് വിനീത് ശ്രീനിവാസൻ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ പിന്നെ ഓക്കെ, അതൊരു വളരെ രസം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു എന്നുള്ള അറിയില്ല. ഇപ്പം വിനീത് പറയുന്ന പോലെയല്ല ധ്യാൻ നാളെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അങ്കിള് ലാലേട്ടന് കിട്ടുന്ന റെമ്യൂണറേഷനൊക്കെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം കാരണം ഒരു പടം ചെയ്യും, ഞാനൊരു 15 പടം ചെയ്യും. അത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ കാശും കിട്ടും. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടോ, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സന്ദീപിനെയും ലിസ്റ്റിനെ പോലുള്ള ആൾക്കാർക്കും കൂടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് പടം കൊടുത്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഈസ് എ ഗുഡ് വണ്ടർഫുൾ ഗായ്. അത് എല്ലാം ഇനി അധികം ഞാൻ പറയുന്നില്ല. അജു, നീയൊക്കെ അവനെ സഹിക്കുന്നതിന് ഞാൻ സമ്മതിക്കുന്നത്. റോണി ആൾസോ യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ഓൾ ദിസ് സീരിയൽ. എല്ലാവർക്കും പക്ഷേ ഈസ് എ വണ്ടർഫുൾ ഗായ്. I wish him all the best since he is becoming the hero so called, along with Navya and Urvashi Chechi. പല സിനിമകളിലും ധ്യാൻ നായകനായിട്ട് വന്നിട്ടുണ്ട്, വിസിറ്ററായിട്ടും വന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിസിറ്റർ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു വളരെ വലിയ വിജയമായി മാറട്ടെ. നവ്യ ആണെങ്കിലും ഒരു ബ്രേക്കിന് ശേഷം വന്നിരിക്കുവാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് നവ്യയുടെയും ഒരു പ്രയത്നം. അതെ, ഹൊറർ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഡയറക്ടർക്ക് ഇനി അങ്ങോട്ട് തെളിഞ്ഞോളൂ. അപ്പോൾ എനിവേ നവ്യയ്ക്ക് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇതിൻ്റെ ഓൾ ക്രൂവിനെല്ലാം വളരെയധികം സന്തോഷം. എന്നെ വിളിച്ചതിന് ധ്യാൻ. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുന്നു. ധ്യാൻ പല സിനിമകളിലും അഭിനയിക്കുന്നു, ഫ്ലോപ്പ് ആവുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി പല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഒരു കഥ പോലും ഫുൾ കേൾക്കാതെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ തന്നെ ആവണമെന്നില്ല, അപ്പം എൻ്റെ ആ ഡയറക്ടറുമായിട്ടുള്ള ബന്ധമായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോൾ അത്രയും ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ധ്യാൻ. എനിക്കറിയാവുന്ന പല ടെക്നീഷ്യൻസിനും ധ്യാൻ അങ്ങനെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല സിനിമകളും പരാജയപ്പെടുമ്പോൾ പുള്ളി അത് ഏറ്റെടുത്ത് പറയുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. എങ്കിലും ആ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ആ സിനിമകളുടെ റിസൾട്ട് വരുമ്പോൾ അതും പുള്ളി അങ്ങ് ഏറ്റെടുക്കുന്നത്. സോ അത്രയും നല്ല വ്യക്തിയും കൂടെയാണ്. പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് മോശമാണെങ്കിലും വളരെ അധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒന്നും അറിയാൻ പാടില്ലാണ്ട് ഒരു പരിപാടിക്ക് വരുന്നത്. ധ്യാൻ്റെ ഏതോ പടത്തിലൊരു പൂജയുണ്ട്, മരണം എന്ന് പറയും. ഇന്നേ വരെ അങ്ങനെ ഒരു പൂജയ്ക്കൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞേടാ, ഞാൻ അതിൽ വന്ന് നിന്നെ പിക്ക് ചെയ്യാൻ ധ്യാൻ്റെ പൂജയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഉമ്മാരങ്ങനെ ഒരിക്കലും എന്നെ കൊണ്ടുപോകാറില്ല. ഇതെന്തോ ചതിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇത്രയും ചിരിക്കാൻ പറ്റി. കുറേ ദിവസമായിട്ട് ഇങ്ങനെ സ്ട്രെസ്സായിട്ടിരിക്കുന്നത്. എല്ലാം ഭയങ്കര സന്തോഷം. എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി. ഈ പടം വിസിറ്റർ സാധാരണ തൻ്റെ വിസിറ്റർ പോലെ ആവാതെ ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എ മുതൽ ഇസഡ് വരെ 26 അക്ഷരങ്ങളിൽ ഏതോ കർഷകത്തിന് എസ്സിട്ടു. പക്ഷെ സൂപ്പർമാൻ എന്നുള്ളൊരു വാക്കിന് പകരം ശ്വേതാമരൻ എന്നുള്ള വാക്ക് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ വ്യക്തി ധ്യാൻ ശ്രീനിവാസനായിരിക്കും. ഇക്കണ്ട ക്യാമറകളിൽ ഇന്നത് റീലുകളായി കട്ട് ചെയ്ത് ലക്ഷോപലക്ഷം ആൾക്കാർ കാണും. അതിൻ്റെ പകുതി ആൾക്കാർ ഈ പടം കാണാൻ തിയേറ്ററിൽ കയറിയാൽ ഈ പടം ബ്ലോക്ക് ബസ്റ്ററാണ് എന്നൊന്നും കൂടി ഓർമ്മിക്കുന്നു. ശ്രീനേട്ടൻ്റെ ഏറ്റവും നല്ല തിരക്കഥകളൊന്നായ അഴകിയ രാവണനിലെ ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രം ബോംബെ പോയി പുള്ളി പല ബിസിനസ് ചെയ്ത് തിരിച്ചു വന്ന് പ്രൊഡ്യൂസറായി അനുരാധയ്ക്ക് വേണ്ടി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ആ വീട്ടിൽ പടം ഷൂട്ട് ചെയ്യുന്നു. ചൈൽഡ്ഹുഡ് ക്രഷായ നവ്യ നായരെ ചെറുപ്പത്തിൽ ആരാധിച്ച് അങ്ങനെ അവസാനം 10-25 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 20-22 വർഷങ്ങൾക്ക് ശേഷം നവ്യ നായരോടൊപ്പം ഒരു പടം ചെയ്യുന്നു. ലോക സിനിമാ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കൗമാരക്കാരങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനെല്ലാത്തിനും പുറമെ അദ്ദേഹം കേരള ജനതയുടെ ചീഫ് മിനിസ്റ്ററായി മാറി. ആ വേദിയിൽ വീണ്ടും തൃശയായിരുന്നല്ലോ വിജയുടെ CM പരിപാടിക്ക് വന്നപ്പോൾ. ഇത് പിന്നെ നിങ്ങൾ സാരി എന്ന് പറയുമ്പോൾ തൃശ അല്ലാതെ ആരാണ്? തൃശയ്ക്ക് പകരമായി നവ്യ നായരെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നു. അത് കുഴപ്പമില്ല, ഇത് നമ്മളെല്ലാവർക്കും അറിയുന്ന അറിയാം. അപ്പൊ ഇതിനെല്ലാത്തിനും പുറമെ
15 വർഷം മുമ്പ് ടിവിക്ക് ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം എന്തെന്നുള്ളതും കൂടി നിങ്ങൾ പറഞ്ഞു. എന്തായാലും കേരള ജനത ഇങ്ങനെ ഒരു സീമിനെ എന്തായാലും ഏറ്റെടുക്കില്ല, അതോടെ നിൽക്കട്ടെ. അത് അത്രമാത്രം ബുദ്ധിശൂന്യന്മാരല്ല മലയാളികൾ. ഈ ലാസ്റ്റ് വന്ന് ഷോ ഇട്ടതൊന്നുമല്ല, അതിന് മുകളിൽ പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം വിസിറ്റർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ സംവിധായകൻ, ഇന്നത്തെ താരം അദ്ദേഹമാണ് രാഹുൽ. രാഹുലിനും നീതുവിനും അരുണിനും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, നമുക്കറിയാം ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ അഭിനേത്രിയായ ഉർവശി മാഡം, നവ്യ, എൻ്റെ പ്രിയ സുഹൃത്ത് ധ്യാൻ, പിന്നെ ഇന്ന് ഈ ചടങ്ങിൽ വന്ന് ഞങ്ങൾ സിനിമയിലോട്ട് വരാൻ കാരണമായ വിനീത് ശ്രീനിവാസൻ, ദിലീപേട്ടൻ. നാളെയാണ് മലർവാടിയിൽ 16 വർഷമാകുന്നത്. അപ്പം അന്ന് തലേദിവസം ദിലീപേട്ടനെ കാണാൻ കഴിഞ്ഞ സന്തോഷം. ലിസ്റ്റിൻ, അതേപോലെ തന്നെ സന്ദീപേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അതിപ്പോൾ ധ്യാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറിൻ്റെ ഏറ്റവും മികച്ച തിരക്കഥ അത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ്. അതിലൊന്നും എനിക്കുള്ള പറയാനില്ല. അതിൽ അതേ നർമ്മങ്ങളും സറ്റയറും സർക്കാസവും ഒക്കെ അദ്ദേഹം അത് ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന കാണുമ്പം എനിക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം ഉള്ളൊരു കാര്യം ധ്യാനോട്, അദ്ദേഹം ആണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ്. അത് ആ സോഷ്യലിസ്റ്റ് മനോഭാവം ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ഞാൻ കണ്ടേക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഇനിയും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇനിയും അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ വിശേഷങ്ങൾ പറഞ്ഞത് കൊണ്ട് പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങൾ, ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് വന്നാൽ നന്നാവുമെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിന് നടക്കുന്നൊക്കെ വിളിച്ചു പറയും. അപ്പം നിങ്ങൾക്ക് വേറെ സാധ്യതകളൊന്നും വേണ്ട അറിയാൻ. ഹൈദറിനൊക്കെ സന്തോഷമായില്ലേ, ഒറ്റയടിക്ക് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യെസ്, അത് നോക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം അപ്പം കൃത്യമായിട്ട് ഇടവേള ബാബു ചേട്ടനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തും. അപ്പം അതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എന്താ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് നൻപൻ, നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മன்னிச்சிடுங்க. താങ്ക് യു.